لله الحمد لله الذي جعل في اختلاف الليل والنهار عبرا أحمده سبحانه وأشكره على نواله وإفضاله وأشهد أن لا إله إلا الله الإله الحق المبين وأشهد أن محمدًا عبده ورسوله الذي اصطفاه الله على العالمين اللهم صل وسلم على عبدك ورسولك محمد وعلى آله وصحبه أجمعين أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ നല്ല ജീവിതം നയിക്കണമെന്ന് ആദ്യമായി എന്നോടും കൂടെ നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന നല്ല ആളുകളിൽ ഉൾപ്പെട്ട് ജീവിക്കാനും മരിക്കാനും നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിജ്റ വർഷപ്രകാരം ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. ദുൽഹജ്ജ് മാസത്തോടുകൂടി കഴിഞ്ഞ ഒരു വർഷം അവസാനിച്ചു കഴിഞ്ഞു. പുതിയ മാസമായ മുഹറമിലേക്ക് നമ്മൾ പ്രവേശിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് ഈ ലോകത്ത് ദിവസങ്ങളും സമയങ്ങളും മാസങ്ങളും എല്ലാം നിശ്ചയിച്ചവൻ. 12 മാസം നമ്മൾ കണക്കാക്കി വരുന്നത് അത് നമ്മുടെ ആരുടെയെങ്കിലും കണ്ടുപിടുത്തമോ നമ്മൾ ആരെങ്കിലും ഉണ്ടാക്കിയ പേരുകളോ അല്ല. സൂറത്തു തൗബയുടെ 36-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നു, ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. അല്ലാഹുവിൻ്റെ രേഖയിൽ മാസം 12 മാസങ്ങളാണ്. യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ. അപ്പോൾ ആ 12 മാസവും അതിൻ്റെ വ്യവസ്ഥകളും എല്ലാം റബ്ബിൻ്റെ രേഖയിലുണ്ട്. മിൻഹാ അർബഅത്തുൻ ഹുറും, ആ 12 മാസങ്ങളിലെ 4 മാസങ്ങൾ പവിത്രമായ മാസങ്ങളാണ്, ആദരണീയമായ മാസങ്ങളാണ്. ദാലിക ദീനുൽ ഖയ്യിം, ഇതാണ് യഥാർത്ഥ ചൊവ്വായ മതം. ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും, അതുകൊണ്ട് ആ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമങ്ങളും അന്യായങ്ങളും പ്രവർത്തിക്കാൻ പാടില്ല എന്ന് സൂറത്തു തൗബയിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആശയത്തെ വിശദീകരിച്ചുകൊണ്ട് പറയുകയുണ്ടായി, ഇന്ന സമാന ഖദ് ഇസ്തദാറ കഹൈഅതിഹി യൗമ ഖലഖല്ലാഹു സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും അല്ലാഹു തആല സൃഷ്ടിച്ച അന്ന് മുതൽ കാലഘട്ടം ഇങ്ങനെ കൃത്യമായി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അസ്സനതു 12 ശഹ്റ, ഒരു വർഷം എന്ന് പറഞ്ഞാൽ 12 മാസമാണ്. മിൻഹാ അർബഅത്തുൻ ഹുറും, അതിലെ 4 മാസങ്ങൾ പവിത്രങ്ങളാണ്. സലാത്തുൻ മുതവാലിയാത്ത്, ആ പവിത്രങ്ങളായ 4 മാസങ്ങളിലെ 3 മാസങ്ങൾ തുടർച്ചയായ മാസങ്ങളാണ്.
ദുൽഖഅദ വദുൽഹിജ്ജ വൽ മുഹറം. ഇതാണ് തുടർച്ചയായ 3 മാസങ്ങൾ. പിന്നെ റജബ് മാസം, അത് ബൈന ജുമാദ വ ശഅബാൻ. ജമാദുൽ ഊല, ജമാദുൽ ഉഖ്റ, ആ 2 ജമാദുകൾ, പിന്നെ ശഅബാൻ, ഇതിന് രണ്ടിനും ഇടയ്ക്ക് വരുന്ന റജബ് മാസം. ഈ 4 മാസങ്ങൾ പവിത്രങ്ങളായ മാസങ്ങളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയും പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. അതുകൊണ്ടാണ് ഈ മാസത്തെക്കുറിച്ച് റബ്ബ് പറഞ്ഞപ്പോൾ പ്രത്യേകം ഒരു കാര്യം പറഞ്ഞു, ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും. ഈ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് അന്യായം പ്രവർത്തിക്കാൻ പാടില്ല. എന്താ, നമ്മൾ നമ്മോട് അന്യായം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യാൻ പാടില്ല എന്നർത്ഥം, പാപങ്ങൾ ചെയ്യാൻ പാടില്ല എന്നർത്ഥം. നമ്മൾ പലപ്പോഴായി ഖുതുബയിൽ വിശദീകരിച്ച കാര്യമാണ്, നമ്മൾ ചെയ്യുന്ന ഏത് പാപങ്ങളും ഏത് തെറ്റുകളും നമ്മോട് കാണിക്കുന്ന അന്യായമാണ്. കാരണം ആ തെറ്റിന്റെ അനന്തര ഫലം നാളെ പരലോകത്ത്, അതോടൊപ്പം ചിലപ്പോൾ ചില തെറ്റുകൾക്ക് ഇഹലോകത്ത് അനുഭവിക്കേണ്ടി വരുന്നത് നമ്മളാണ്. അതുകൊണ്ട് ഏത് തിന്മയുടെയും അനന്തര ഫലം നാം അനുഭവിക്കുന്നത് കൊണ്ട് അത് നമ്മളോട് കാണിക്കുന്ന അന്യായമാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും, നിങ്ങൾ ആ മാസങ്ങളിൽ നിങ്ങളോട് അന്യായം പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞത്. അപ്പൊ എന്ത് വേണം ഈ മാസങ്ങളിൽ? മുഹറം മാസത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? മറ്റു മാസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ മാസത്തെ ബഹുമാനിക്കുകയും അതോടൊപ്പം സൽക്കർമ്മങ്ങൾ ഈ മാസങ്ങളിൽ വർദ്ധിപ്പിക്കുകയും വേണം. മറ്റു മാസങ്ങളെക്കാൾ കൂടുതൽ ആദരവ് അല്ലാഹു തആല നൽകിയത് കൊണ്ട് ആ മാസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് കൂടുതൽ പ്രതിഫലമുണ്ട്. അതോടൊപ്പം മറ്റു മാസങ്ങളിൽ ചെയ്യുന്ന തിന്മകളെ പോലെയല്ല ഈ മാസങ്ങളിലെ തിന്മകൾ, അതിന് ഗൗരവവും വർദ്ധിക്കുന്നുണ്ട്. അപ്പോ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക, തിന്മകൾ ഒഴിവാക്കുക, അതാണ് ആ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഓരോ ദുൽഹജ്ജുകളും കഴിഞ്ഞ് ഓരോ മുഹറമുകളും പ്രവേശിക്കുമ്പോൾ നമ്മൾ അറബി കലണ്ടർ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അതൊരു വർഷം കഴിഞ്ഞ് മറ്റൊരു വർഷത്തിലേക്ക് പ്രവേശിച്ചു എന്നുള്ളത് മാത്രമല്ല, പണ്ഡിതന്മാർ പറയുന്നൊരു കാര്യമുണ്ട്, ഫകുല്ലു ആമിൻ ജദീദിൻ യുബ്ഇദുക മിനദ് ദുനിയ വയുഖർരിബുക മിനൽ ഖബർ. ഓരോ പുതിയ വർഷവും നിന്നെ ദുനിയാവിൽ നിന്ന് അകറ്റുകയാണ്, വയുഖർരിബുക മിനൽ ഖബർ, നിന്നെ ഖബറിലേക്ക് അടുപ്പിക്കുകയാണ്. ഓരോ മുഹറമുകളും വരുമ്പോ ഈ ദുനിയാവിൽ നമ്മൾ ഇങ്ങനെ അകന്ന് പോവുകയാണ്. ഓരോ പുതിയ വർഷങ്ങളും കടന്നു വരുമ്പോ നമ്മൾ ഖബറിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്, ആയുസ്സിനെ ചുരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 60കളിൽ 70 കഴിഞ്ഞവർ പല പ്രായത്തിലുള്ള ആളുകളുണ്ട്. സഹോദരങ്ങളെ, കഴിഞ്ഞ മാസം നമുക്കറിയാമല്ലോ, നമ്മുടെ സുഹൃത്ത് ഹംസ സീദാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിയുടെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അതിനുശേഷം അമ്പാടുള്ള ഹാഷിം എന്ന് പറയുന്ന 17 വയസ്സുകാരൻ, അവരൊക്കെ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഓരോരുത്തർക്കും ഓരോരോ കാരണങ്ങളായിരുന്നു. അല്ലാഹു തആല വെച്ച സബബുകളാണ്, നമുക്കുമുണ്ടാകും ചില സബബുകൾ. അപ്പൊ ഒരു വർഷത്തിലേക്ക് നമ്മൾ പുതിയതായി പ്രവേശിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ കടന്നു വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത ഇത് തന്നെയാണ്, ഞാനൊന്ന് മാറണം, ഞാനൊന്ന് മാറി ചിന്തിക്കണം. ഇതുവരെയുള്ള ആരോഗ്യം, ഇതുവരെയുള്ള ആ കഴിവ്, ശേഷി, ഊർജ്ജസ്വലത പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം ചില അടയാളങ്ങളാണ്. കൊല്ലം മാറിയെന്ന് മാത്രമല്ല, ഞാൻ കൂടി മാറേണ്ടതുണ്ട്. മഹാനായ ഹസനുൽ ബസ്രി താബിഈയാണ്. പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പ്രഗത്ഭനായ താബിഈ പണ്ഡിതനാണ്. 500ഓളം സ്വഹാബികളെ കണ്ട വലിയ സ്ഥാനമുള്ള താബിഈയാണ്. അദ്ദേഹം പറയുന്നു, യബ്ന ആദം, അല്ലയോ ആദമിന്റെ പുത്ര, അതായത് മനുഷ്യരെ, ഇന്നമാ അൻത അയ്യാമുൻ മജ്മൂഅത്തുൻ, നിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് കുറെ ദിവസങ്ങളാണ്. മനുഷ്യനെന്ന് പറഞ്ഞാൽ കുറെ ദിവസങ്ങളാണ്. കുല്ലമാ ദഹബ യൗമുൻ ദഹബ ബഅദുക, ആ ദിവസങ്ങളിൽ ഒരു ദിവസം പോയാൽ അതിനർത്ഥം നിന്റെ ശരീരത്തിലൊരു ഭാഗം പോയി എന്നാണ്. ഓരോ ദിവസവും കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ നിന്റെ ഓരോ ഭാഗങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം നീ ശ്വാസോച്ഛ്വാസം അവസാനിച്ച് നീയും ഈ ലോകത്തിൽ നിന്ന് യാത്രയാകേണ്ടവനാണ്. അതുകൊണ്ട് ബുദ്ധിയുള്ളവൻ ഒരുങ്ങണം. ബുദ്ധിയുള്ളവൻ ഒരുങ്ങേണ്ട കാര്യങ്ങൾക്ക് ഒരുങ്ങിക്കൊള്ളട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത പ്രഗൽഭനായ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയാണ്, മാ നദിംതു അലാ ശൈഇൻ നദാമതി അലാ യൗമിൻ ഗറബത് അലയ്യ ശംസുഹു. സൂര്യൻ അസ്തമിക്കുന്ന ഓരോ ദിവസവും ഞാൻ ഏതെങ്കിലും വിഷയത്തിൽ ഖേദിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഏറ്റവും കൂടുതൽ ഖേദം വന്നത്
ഏതാണെന്നറിയോ? നഖസ ഫീഹി അജലി വലം യസിദ് ഫീഹി അമലി. ഇന്ന് സൂര്യൻ അസ്തമിച്ചപ്പോ എൻ്റെ ആയുസ്സിന്റെ ഒരു ഭാഗമാണല്ലോ പോയത്, പക്ഷേ എൻ്റെ കർമ്മത്തിൽ വർധനവുണ്ടായിട്ടില്ലല്ലോ. അതാണ് എന്നെ ഏറ്റവും ഖേദിപ്പിക്കുന്ന വിഷയം. നമ്മളെയും ചിന്തിപ്പിക്കേണ്ട വിഷയം അതായിരിക്കണം. ഓരോ ദിവസവും സൂര്യൻ അസ്തമിക്കുമ്പോൾ ഇതാ എൻ്റെ ആയുസ്സിന്റെ കുറച്ച് ഇന്ന് അങ്ങോട്ട് പോയി, എന്നാൽ ഈ ദിവസത്തിൽ ഞാൻ ചെയ്യേണ്ടത് ചെയ്തിട്ടില്ലല്ലോ എന്നുള്ള ആത്മാർത്ഥമായ വിലയിരുത്തലും ആ ഒരു ചിന്തയും. അപ്പോ ഈ ലോകത്ത് നിന്ന് നമ്മൾ യാത്രയാകുമ്പോൾ നമ്മൾ ഖബറിൽ പോയി കിടന്നു കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ കോടതിയിൽ പോയി നിന്ന് കഴിഞ്ഞാൽ, വേൾഡ് കപ്പിന്റെ കണക്കുകളോ അവിടെ അടിച്ച ഗോളുകളുടെ എണ്ണങ്ങളോ അവിടെ നേടിയ സ്കോറുകളോ അതിന്റെ റെക്കോർഡുകളോ അതിന് കിട്ടിയ പണത്തിന്റെ വലുപ്പമോ അതിനുവേണ്ടി ഉറക്കമുളച്ചതോ അതിനുവേണ്ടി ബാനർ കെട്ടിയതോ അതിനുവേണ്ടി ലക്ഷങ്ങൾ ചെലവഴിച്ചതോ ഇതൊന്നും നമ്മുടെ പരലോകത്തോ ഖബറിലോ ഉപകരിക്കുന്ന ഒന്നല്ല. കൂട്ടത്തിൽ അതുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഞാൻ ആ ഭാഗത്തേക്ക് പോവുകയല്ല, സാന്ദർഭികമായി ഉണർത്തുന്നു എന്ന് മാത്രം. അല്പസമയം ഒരാൾ ഒരു വിനോദത്തിൽ ഏർപ്പെട്ടു, വിനോദം കണ്ടു, കളി കണ്ടു, അത് ഇസ്ലാമിൽ ഹറാമായ കാര്യമൊന്നുമല്ല. വിനോദം ഇസ്ലാം അനുവദിച്ചതാണ്. പക്ഷേ ഹറാമിലേക്ക് ഇത്ര വിനോദങ്ങൾ എത്തരുത്. കഴിഞ്ഞ 2-3 ദിവസം മുമ്പേ അറിയാലോ, എല്ലായിടത്തും ശക്തമായ മഴയുണ്ടായി. രാത്രി നല്ല ഇടികൊട്ടി, സുബൈ വരെ മഴയായി. 2 ദിവസം മുമ്പ് അന്ന് കറണ്ടും പോയി. ഈ ടെലിവിഷന്റെ മുമ്പിൽ പല ആളുകളും അന്ന് രാത്രി 3 മണിക്കോ 4 മണിക്കോ അറിയില്ല, കളിയുണ്ട്. എല്ലാവരും ടെലിവിഷന്റെ മുമ്പിലാണ്. ഒരുപാട് കുട്ടികൾ ഒരുമിച്ച് കൂടിയിട്ട് ഞാൻ പള്ളിയിലേക്ക് ജമാഅത്തിന് പോവുകയാണ്, സുബഹി നമസ്കാരത്തിന്. ഇപ്പൊ കുറെ കുട്ടികളുണ്ട്. ആ ടി വിക്ക് മുമ്പിൽ ഒരുമിച്ച് കൂടിയെന്ന് ഒരുപാട് യുവാക്കൾ അവർ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോവുക. കറണ്ട് വരാൻ കാത്തിരുന്നതാ, പക്ഷെ കറണ്ട് വന്നില്ല. എന്നാൽ ആ ബാങ്ക് കൊടുത്ത നിമിഷം മറ്റുള്ള ആളുകൾ പള്ളിയിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ പള്ളിയിലേക്ക് പോകട്ടെ എന്നവർ ചിന്തിച്ചില്ല. പക്ഷെ പള്ളിയിലേക്ക് പോകുന്ന ആളുകൾ കാണുമല്ലോ എന്ന് കരുതി അവർ അവിടെ നിന്ന് എണീറ്റ് വീട്ടിലേക്ക് പോകുന്നു. നമ്മുടെ സമൂഹം ഇതാണ് എങ്കിൽ, നമ്മുടെ ഒരു തലമുറയുടെ അവസ്ഥ ഇതാണ് എങ്കിൽ, മരണം എന്ന് പറയുന്നത് കഴിഞ്ഞ കാലഘട്ടത്തിൽ പോയ ഹസനുൽ ബസരിക്കും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനും അബൂ ഹുറൈറക്കും മാത്രമുള്ളതല്ല, നമുക്കൊക്കെയുള്ളതാണ്. അതുകൊണ്ട് കുറച്ചൊക്കെ നമ്മളൊന്ന് മാറി ചിന്തിക്കേണ്ടതുണ്ട്. ഇതിനർത്ഥം ഒരു വിനോദവും ഇസ്ലാം അനുവദിച്ചിട്ടില്ല, അതെല്ലാം നിഷിദ്ധമാണ് എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. പക്ഷേ അത് നമ്മളെ ഹറാമിലേക്ക് എത്തിക്കുന്നതാകരുത്. നമസ്കാരം നഷ്ടപ്പെടുക, ഉറക്കമുളച്ച് സുബഹി നമസ്കരിക്കാതെ പിന്നെ കിടന്നുറങ്ങുകയാണ്. ഏലോകത്തും പരലോകത്തും 5 കാശിന് ഗുണം ചെയ്യാത്ത ലക്ഷക്കണക്കിന് രൂപയുടെ ഫ്ലക്സുകൾ, അതിനുവേണ്ടി നമ്മൾ എത്ര പണം ചെലവഴിച്ചു. ഇവിടെ എത്ര രോഗികളുണ്ടെന്നറിയോ? ഒന്ന് ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങളും അതേപോലെ തന്നെ നമ്മുടെ ഡയാലിസിസ് സെന്ററുകളും സന്ദർശിക്കും. പണത്തിന്റെ ആവശ്യം എവിടെയുണ്ട്, എത്രത്തോളമുണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. 50-60 അടി വലിപ്പമുള്ള ബാനറുകൾ സ്ഥാപിച്ച് എന്ത് കിട്ടാനാ, ആര് തരാനാ, എന്ത് തരാനാ? ചിന്തിക്കേണ്ട കാര്യങ്ങൾ ചിന്തിക്കുക. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യരെ, നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നത്, നിങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നത് നിങ്ങൾ പറയുന്ന സൽക്കർമ്മങ്ങളാ, നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളാ. അത് എത്ര ചെറുതാണെങ്കിലും ശരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്നല്ലാഹ കതബൽ ഹസനാതി വസ്സയ്യിആത്. അല്ലാഹു തആല നന്മകളെയും തിന്മകളെയും നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. തുമ്മ ബയ്യന ദാലിക, ഏതാ നന്മ ഏതാ തിന്മ അത് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫമൻ ഹമ്മ ബിഹസനത്തിൻ, ഒരാൾ നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, ഫലം യഅമൽഹാ, പക്ഷേ സാന്ദർഭികവശാൽ ചെയ്യാൻ പറ്റിയില്ല. ചെയ്യാൻ ഉദ്ദേശിച്ചു പക്ഷെ ചെയ്യാൻ കഴിഞ്ഞില്ല. കതബഹല്ലാഹു ലഹു ഇൻദഹു ഹസനതൻ കാമില, എങ്കിലും ഒരു പരിപൂർണമായ നന്മ അല്ലാഹു തആല അവന് രേഖപ്പെടുത്തും. അത്രയും സ്നേഹനിധിയായ റബ്ബ്, റഹ്മാനായ റബ്ബ്, ആ റബ്ബ് നമുക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ നൽകുമ്പോൾ നമ്മുടെ സമയങ്ങളും നമ്മുടെ ആയുസ്സും നമ്മുടെ ഊർജവും നമ്മുടെ ഈ രക്തത്തിളപ്പും അത് ചിലവഴിക്കേണ്ടത് അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ പരലോകത്തിന് വേണ്ടിയിട്ടാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, മൻ ജാഅ ബിൽ ഹസന, ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ ഫലഹു അശ്റു അംസാലിഹാ, അവൻ അതിന് 10 ഇരട്ടി പ്രതിഫലമുണ്ട്. ഒരു നന്മക്ക് മിനിമമാണ് 10 ഇരട്ടി, അത് 700 വരെ ഉണ്ടെന്ന് ഹദീസുകളിൽ കാണാം. ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ കൊടുക്കും. അത് ഇഖ്ലാസും തഖ്വയും ഈമാനും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. എന്നാൽ ഒരാൾ തിന്മ ചെയ്താലോ ഫലാ യുജ്സാ ഇല്ലാ മിത്ലഹാ, അതിന് തത്തുല്യമായ ശിക്ഷ മാത്രമേ ഉള്ളൂ. തൗബ ചെയ്ത് മടങ്ങിയാലോ അതും അല്ലാഹു തആല പുറത്തു കൊടുക്കും. ഇങ്ങനെ നമുക്ക് റബ്ബ് അവസരം ഈ ദുനിയാവിൽ തന്നിട്ട് അത് ഉപയോഗിക്കേണ്ടിടത്ത് ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഇതാ 17കാരനും 18കാരനും പോയതുപോലെ നമ്മളെല്ലാവരും പോകുമെന്നുള്ള ആ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മനുഷ്യന്മാർ പലതരമാണ്. അല്ലാഹു തആല സൂറത്ത്
ഫാത്തിറിന്റെ 32 മുതൽ 37 വരെയുള്ള ആയത്തുകളിൽ ഒരു കാര്യം നമ്മോട് വിശദീകരിക്കുന്നുണ്ട്. വളരെ ആത്മാർത്ഥമായി ചിന്തിക്കേണ്ടുന്ന വചനങ്ങളാ. അല്ലാഹു തആല പറയാണ്, ഫമിൻഹും ളാലിമുൻ ലിനഫ്സി. മനുഷ്യന്മാരെ കുറിച്ച് പറയാം. ഒരു പലതരണ്ട്. ഒന്നാരാന്നറിയോ? ളാലിമുൻ ലിനഫ്സിഹി, സ്വന്തത്തോട് ദുൽമ ചെയ്യുന്നവൻ. സ്വന്തത്തോട് ദുൽമ ചെയ്യാന്ന് നേരത്തെ പറഞ്ഞല്ലോ, എന്ത് തെറ്റും നമ്മോട് കാണിക്കുന്ന ദുൽമ. അതുകൊണ്ടാണ് നമ്മൾ പാപം ചെയ്താൽ തൗബ ചെയ്യുമ്പോൾ അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി എന്ന് പ്രാർത്ഥിക്കുന്നത്, റബ്ബനാ വലംനാ അൻഫുസനാ എന്ന് പ്രാർത്ഥിക്കുന്നത്. കൊണ്ടാണ് ആ തെറ്റിന്റെ കുറ്റം നമുക്കാണ്. അപ്പോ തെറ്റുകൾ ചെയ്യുന്ന ആളുകളുണ്ട്. അവൻ കാണുന്നത് തെറ്റാണ്, ചെയ്യുന്നത് തെറ്റാണ്, കേൾക്കുന്നത് തെറ്റാണ്. അങ്ങനെ എല്ലാ തെറ്റുകളിലും മുഴുകി ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട്. വമിൻഹും മുഖ്തസിദുൻ, വേറെ ചില ആളുകളുണ്ട് ഒരു മിതത്വത്തോടു കൂടി ഇങ്ങനെ ചെയ്യുന്ന ആൾ. അത്യാവശ്യം നിർബന്ധ നമസ്കാരങ്ങൾക്കൊക്കെ ഉണ്ട്, എന്നാൽ മറ്റുള്ള ഐച്ഛികങ്ങൾക്കോ മറ്റു നന്മകളിലൊന്നുമില്ല. അങ്ങനെ ഒരു മിതത്വത്തോടു കൂടി പോകുന്ന ആളുകളുണ്ട്. വമിൻഹും സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്. എന്നാൽ ചില ആളുകളോ എല്ലാ നന്മകളിലും മുന്നിൽ. ഒരു സ്വതക്ക പറഞ്ഞാൽ അവൻ മുമ്പിലുണ്ട്, ഒരു നന്മ വന്നാൽ അവൻ മുമ്പിലുണ്ട്, ദീനീ പ്രബോധന രംഗങ്ങൾ വരുമ്പോൾ അവൻ മുൻപിലുണ്ട്. സാബിഖും ബിൽ ഖൈറാത്ത്, ഖൈറാത്തുകളിൽ മത്സരിക്കുന്ന ആളുകൾ. 3 തരം ആളുകൾ. എന്നിട്ട് അല്ലാഹു തആല ശേഷമുള്ള ആയത്തിൽ പറയാം, ജന്നാത്തു അദ്നി യദ്ഖുലൂനഹാ യുഹല്ലൗന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബിൻ വലുഅലുആ വലിബാസുഹും ഫീഹാ ഹരീർ. ഈ നന്മ ചെയ്ത ആളുകൾ അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. അതിൽ അവർക്ക് ധരിപ്പിക്കപ്പെടും വളകൾ, സ്വർണത്തിന്റെയും അതേപോലെ തന്നെ അവർക്ക് അതിൽ മുത്തുകളും ഉണ്ടായിരിക്കും. അവിടെ വസ്ത്രങ്ങളോ ഹരീർ, പട്ടിൻ്റെതായിരിക്കും. വഖാലു, ആ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ അവർ പറയും, അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നൽ ഹസൻ. ഞങ്ങളിൽ നിന്ന് എല്ലാ വിഷമങ്ങളും ദുഃഖങ്ങളും ദൂരീകരിച്ച അല്ലാഹുവിന് സർവസ്തുതിയും. ഇന്ന റബ്ബനാ ലഗഫൂറുൻ ശകൂർ. ആ റബ്ബ് ഗഫൂറാണ്, ശകൂറാണ്. ഇതേ കാരണം അല്ലദീ അഹല്ലനാ ദാറൽ മുഖാമത മിൻ ഫദ്ലി. ആ റബ്ബിന്റെ ഫദ്ല് കൊണ്ട് ഞങ്ങൾക്ക് അവൻ ശാശ്വതമായി ലോകത്തെ ജീവിതം നൽകി. ലാ യമസ്സുനാ ഫീഹാ നസബുൻ വലാ യമസ്സുനാ ഫീഹാ ലുഗൂബ്. നരകത്തിന്റെ ശിക്ഷയോ അതിന്റെ വേദനയോ ക്ഷീണമോ ഒന്നും ഞങ്ങൾക്ക് സ്വർഗത്തിൽ അനുഭവിക്കേണ്ടി വരുന്നില്ല. എന്നാൽ മറ്റൊരു വിഭാഗം ആളുകൾ, നേരത്തെ പറഞ്ഞല്ലോ, ളാലിമുൻ ലിനഫ്സിഹി, തിന്മ ചെയ്ത ആളുകൾ. നമസ്കാരം വിഷയമല്ല, തിന്മകൾ വിഷയമല്ല, അത് കാണുന്നതും കേൾക്കുന്നതും സമ്പാദിക്കുന്നതും ഒക്കെ തിന്മകൾ. അങ്ങനെ ജീവിച്ച ആളുകൾ. വല്ലദീന കഫറു, നിഷേധികളായി ജീവിച്ച ആളുകൾ. ലഹും നാറു ജഹന്നം, അവർക്ക് നരകമുണ്ട്. ലാ യുഖ്ദാ അലൈഹിം, ആ നരകശിക്ഷ അവരുടെ ജീവിതത്തെ തീർത്ത് കളയുകയില്ല എന്ന് പറഞ്ഞാൽ നരകത്തിൽ മരിക്കൂല. വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹാ, അവിടുത്തെ ശിക്ഷയിൽ കുറവും വരൂല. ശിക്ഷ നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതാ നരകത്തിന്റെ പ്രത്യേകത. ഈ ആയത്ത് പറഞ്ഞ ശേഷം 37ാമത്തെ ആയത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം റബ്ബ് പറയാണ്. ഈ നരകശിക്ഷ അവർ സഹിച്ച് അത് സഹിക്കാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോ അവർ അതിൽ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കും, ഉറക്കെ നിലവിളിക്കുന്നതാണ്. അതാണ് ഇസ്തറഹ എന്ന് പറഞ്ഞാൽ. എന്താ അവർ പറയുന്നത്? റബ്ബനാ അഖ്രിജ്നാ നഅമൽ സ്വാലിഹാ, റബ്ബേ ഞങ്ങളെ ഒന്ന് നീ പുറത്താക്കിക്കൊണ്ട, നഅമൽ സ്വാലിഹാ, ഞങ്ങൾ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തു കൊള്ളാം. ഇപ്പൊ ഉറക്കമുളച്ചത് 1 മണിക്കും 2 മണിക്കൊക്കെ അലാറം വെച്ച് എഴുന്നേറ്റത് ചിലതൊക്കെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ സമയം അങ്ങനെ പോയി അറിഞ്ഞില്ല. ആയുസ് കഴിഞ്ഞു, ആയുസ് തീർന്നു. ഒരു മുഹറം കഴിഞ്ഞു, അടുത്ത മുഹറം വന്ന്, പിന്നെ അടുത്ത മുഹറം വന്ന്. ഇങ്ങനെ ചിന്തിച്ചില്ല, ചെയ്യേണ്ടതൊന്നും ചെയ്തില്ല, ഒഴിവാക്കേണ്ടത് ഒഴിവാക്കിയിട്ടില്ല. ഇപ്പോൾ നരകത്തിൽ കിടന്ന് പറയാണ്, അല്ലാഹു ഒന്ന് പുറത്താക്കി തരുമോ? നഅമൽ സ്വാലിഹാ, ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യാം. ഗൈറല്ലദീ കുന്നാ നഅമൽ, ഇതുവരെ ചെയ്തതൊന്നും ഇനി ഞങ്ങൾ ചെയ്യൂല. ഇത് നരകത്തിൽ കിടന്ന് പറയുന്ന ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി. അല്ലാഹു തആല നമ്മൾ ദുനിയാവിലേക്ക് മടക്കി പറഞ്ഞയക്കുമോ? അങ്ങനത്തെ ഒരു സംവിധാനം ഇല്ലല്ലോ. അവിടെ അങ്ങനെ ഒന്നും ഉണ്ടാകുമെന്ന് അറിയിക്കാനാണ് ഇപ്പൊ ഇത് റബ്ബ് പറഞ്ഞു തരുന്നത്. അതിനാണ് വിശുദ്ധ ഖുർആൻ. ആ സന്ദർഭത്തിൽ അള്ളാന്റെ ഒരു ചോദ്യമുണ്ട്, റബ്ബിന്റെ ഒരു ചോദ്യമുണ്ട്. എന്താണെന്നറിയോ? അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ, ആലോചിക്കാനും ചിന്തിക്കാനും ഞാൻ ആയുസ് തന്നില്ലേ? മുഹറം മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോ, അടുത്ത കൊല്ലം അടുത്ത മുഹറമിലേക്ക് പ്രവേശിക്കുമ്പോ, ദുൽഖഅദ് കഴിഞ്ഞു, ദുൽഹജ്ജ് കഴിഞ്ഞു, പുതിയ വർഷം വന്നു എന്ന് പറയൽ മാത്രമല്ല, നമ്മൾ ചിന്തിക്കേണ്ട പോയിന്റ് ആ റബ്ബ് പറയാണ്, നിങ്ങൾക്ക് ഞാൻ ആയുസ് തന്നില്ലേ? വജാഅകുമുൻ നദീർ, മുന്നറിയിപ്പുകാരും വന്നില്ലേ?
അതുകൊണ്ട് ഇനി കരഞ്ഞിട്ടൊന്നും കാര്യമല്ല, ഫദൂഖു, അനുഭവിച്ചോളൂ. അള്ളാഹ് പറയാണ്, നീ അനുഭവിക്ക്. ഫമാ ലിദ്ദാലിമീന മിൻ നസീർ, ദുൽമ ചെയ്ത നിങ്ങളെ സഹായിക്കാൻ ആരുമില്ല. സഹോദരങ്ങളെ, ഈ ആയത്ത് മുന്നിൽ വെച്ച് മനസ്സിലാക്കുക, ഈ ദുനിയാവ് എന്താണെന്നറിയോ? ഒരു ലഹരിയാണ്. അത് പലതരം ലഹരികളാണ്, പലതരം സുഖങ്ങളാണ്. കുറച്ചു കാലം മാത്രം. ഏത് വമ്പനായി ഇവിടെ ജീവിച്ചാലും നമുക്കറിയാലോ, അവനൊക്കെ പോയിട്ടുണ്ട്. ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ അല്പകാലത്തെ വിനോദമാണ്, കളിതമാശകളാണ്. പരലോക ഭവനം, അതാണ് യഥാർത്ഥ ജീവിതം. നീ ഉറക്കമുളക്കുന്നോ, അതിനുവേണ്ടി ഉറക്കമുളക്ക്. നീ പണം ചെലവഴിക്കുന്നോ, അതിനുവേണ്ടി പണം ചെലവഴിക്ക്. റോഡ് സൈഡുകളിൽ 50-60 അടി വലിപ്പമുള്ള ഫ്ലക്സുകളുടെ ചാർജ് എത്രയാണ്, അതിന് ചിലവായ പൈസ എത്രയെന്ന് നിങ്ങൾ പോയി അന്വേഷിച്ചു നോക്കി. എല്ലാ നാട്ടിലും ഇല്ലേ? അതിന്റെ പേരിൽ അടിപിടികൾ. ഒരു കളിയിൽ ആരെങ്കിലും തോൽക്കുകയോ ജയിക്കുകയോ ചെയ്താൽ കാണാനിരുന്നവർ തമ്മിൽ തല്ല്. എന്തിന്റെ കാര്യത്തിന്? ഇതൊന്നൊരു ജീവിതമല്ല കേട്ടോ, പരലോകമാണ് യഥാർത്ഥ ജീവിതം. മനസ്സിലാക്കുന്നുണ്ടോ? മനസ്സിലാക്കിക്കോ. അള്ളാഹ് പറയാം സൂറത്തുൽ അൻകബൂത്തിന്റെ 64-ാമത്തെ ആയത്ത്. മറ്റൊരു സ്ഥലത്ത് ഒന്നുകൂടി അല്ലാഹു തആല വ്യക്തമാക്കി പറഞ്ഞു, ഇലമു, മനുഷ്യരെ നിങ്ങൾ അറിയണം, അന്നമൽ ഹയാത്തു ദുനിയാ ലഅബുൻ വലഹു, ഈ ദുനിയാവിന്റെ ജീവിതം കളിയാണ്, വിനോദങ്ങളാണ്. വസീനത്ത്, കുറച്ചൊക്കെ ഭംഗി, അലങ്കാരങ്ങളാണ്. വതഫാഖുറും ബൈനക്കും, പരസ്പരം അഭിമാനം നടിക്കലാണ്. ഞാൻ വലിയവൻ, ഞാൻ വലിയവൻ, അങ്ങോട്ടും ഇങ്ങോട്ടും പറയലും കാണിക്കലും. വതകാതുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്, സമ്പത്തിലും സന്താനങ്ങളിലും പെരുമ നടിക്കലാണ്. എന്റെ സമ്പത്താ കൂടുതൽ, അവന്റെ വീടിനേക്കാൾ വലിയ വീടാ എന്റെ, ഇതല്ലേ ദുനിയാവ്? അങ്ങനെയാ. ഇങ്ങനെയൊക്കെ ഒരു ലോകമാണ് ദുനിയാവ്. കമസലി ഗൈഹിൻ, അതൊരു മഴ പോലെയാണ്. എന്താ മഴന്റെ പ്രത്യേകത? മഴ പെയ്താൽ ഉണങ്ങിയ ഭൂമിയിലേക്ക് വെള്ളമിറങ്ങി ചെടികൾ മുളച്ചു വന്ന് കൃഷികളൊക്കെ ഇങ്ങനെ ഉണ്ടായി വരുമ്പോ ആ ഉൽപ്പന്നങ്ങൾ കർഷകന് സന്തോഷിപ്പിക്കുന്നു. നല്ല പച്ചപ്പുണ്ട്, നല്ല ഊർജ്ജസ്വലത ഉണ്ട്, അങ്ങനെ നല്ല ശക്തിയുള്ള ഗ്രോത്തുള്ള ചെടികളും അവന്റെ ഉൽപ്പന്നങ്ങളൊക്കെ വളർന്നു വരുമ്പോൾ അവന് വലിയ സന്തോഷം ഉണ്ടാകും. തുമ്മയഹീജു, പിന്നെ അതിങ്ങനെ വളർന്നു വലുതായിട്ട് അതിങ്ങനെ തുടിച്ചു നിൽക്കുകയാണ്. പിന്നെ കുറച്ചു കഴിഞ്ഞാലോ പച്ചയോടുകൂടി നിൽക്കുന്ന കതിരുകൾ 1 മാസം കഴിഞ്ഞാൽ പിന്നെ പച്ചയല്ല, പിന്നെ അത് മഞ്ഞയായി. കുറച്ചു കഴിഞ്ഞാലോ പിന്നെ അത് വൈക്കോലായി മാറി, തുരുമ്പായി മാറി. മനുഷ്യനും അത്രയേ ഉള്ളൂ. ഈ ലോകം അങ്ങനെയാണ്. പച്ചപ്പുണ്ടാകും, സൗന്ദര്യമുണ്ടാകും, ആകർഷണീയതയുണ്ടാകും, സന്തോഷമുണ്ടാകും, പക്ഷേ കരിഞ്ഞു പോകാനുള്ളതാണ്. എന്നിട്ട് അല്ലാഹ് പറയുന്ന ഒരു കാര്യമുണ്ട്, പരലോകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന് അദാബുൻ ശദീദുൻ, കഠിനമായ ശിക്ഷയാണ് അവിടെയുള്ളത്. രണ്ടാമത്തേത് മഗ്ഫിറത്തും മിനല്ലാഹി വറിദ്വാൻ, അല്ലാഹുവിന്റെ പാപമോചനവും അല്ലാഹുവിന്റെ തൃപ്തിയും നാളെ പരലോകത്തുണ്ട്. ഒരു ഭാഗത്ത് ശിക്ഷയുണ്ട്, ഒരു ഭാഗത്ത് റബ്ബിന്റെ തൃപ്തിയുണ്ട്. ഏതാ വേണ്ടത്? ഈ ദുനിയാവിന്റെ സന്തോഷങ്ങളും സുഖങ്ങളും അതിന്റെ ലഹരിയിലും ഒഴുകിയിട്ട് പരലോകം മറന്നിട്ട് നീ ജീവിക്കുകയാണോ? അത് റബ്ബിന്റെ ശിക്ഷ ഉണ്ട്. അല്ല, അള്ളാഹിനെ ഓർത്ത് ജീവിക്കുകയാണോ? നിനക്കുള്ള മഗ്ഫിറത്തും അള്ളാഹുവിന്റെ റിദ്വാനും ഉണ്ട്. എന്നിട്ടും റബ്ബ് വീണ്ടും പറയാണ്, വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ജീവിതം വഞ്ചനയുടെ വിഭവം മാത്രമാണ്. ഇതൊക്കെ ഒരു മുന്നറിയിപ്പുകളാ. എന്നിട്ട് അല്ലാഹ് പറയാ നമുക്കൊരു ഉപദേശം, സാബിഖൂ, മനുഷ്യരെ മുന്നേറിക്കോളൂ, മനുഷ്യരെ മുന്നിട്ട് വന്നോളൂ. എങ്ങോട്ട്? ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, റബ്ബിന്റെ പാപമോചനത്തിലേക്ക്. അല്ലാഹുവിന്റെ മഗ്ഫിറത്തും ശിക്ഷയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അടുത്ത ആയത്തിൽ അല്ലാഹ് പറയാണ്, സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ വരീൻ. വജന്നത്തിൻ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്കും നിങ്ങൾ വരൂ. അർളുഹാ കഅർളുസ് സമാഇ വൽ അർള്, അത് ആകാശഭൂമികൾ വിശാലമാണ്. പക്ഷെ വെറുതെ അങ്ങോട്ട് വന്നാ പോരാ, വെറുതെ പോയാൽ കിട്ടൂല. അല്ലാഹുവിലും റസൂലിലും വിശ്വസിച്ചവർക്കുള്ളതാണത്. വിശ്വാസം മാത്രം മതിയോ? വിശ്വാസത്തിന്റെ ഭാഗമാണ് കർമ്മങ്ങൾ, അതുകൂടി വേണം. അത് അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന അനുഗ്രഹമാണ് ഹിദായത്ത് കിട്ടുക എന്നുള്ളത്, ഹിദായത്തിലൂടെ നീങ്ങുക എന്നുള്ളത്, ആ ഹിദായത്തിന്റെ ഫലമായിട്ട് നാളെ സ്വർഗം കിട്ടുക എന്നുള്ളത്. ഇനി ആലോചിക്കും, നമ്മുടെ ആയുഷ്യത്തിന് ഉപയോഗപ്പെടുത്തണം. ഇത്രമാത്രം വ്യക്തമായി വിശദമായി അല്ലാഹു തആല പഠിപ്പിക്കുമ്പോൾ വിലാപം, കഴിഞ്ഞു പോയതിന്റെ പേരിൽ ദുഃഖപ്രകടനം, അത് മനുഷ്യന്റെ ഒരു പ്രകൃതിയാണ്. അവിടെ അല്ലേ നമ്മൾ ചില സംഗതികളൊക്കെ ചെയ്തിട്ട് അതൊരു നഷ്ടം സംഭവിച്ച വേണ്ടിയില്ലായിരുന്നു, അല്ല ഞാൻ കൂടി ആലോചിച്ചില്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയുന്ന ആളോട് ഞാൻ ചോദിച്ചില്ല, അതുകൊണ്ട് എനിക്ക് ഇതൊക്കെ സംഭവിച്ചു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ പിന്നെന്ത് ചെയ്യും? ഇനി ഒന്നിലേക്ക് ഇറങ്ങുമ്പോൾ ആലോചിച്ചിട്ട് ഇറങ്ങുള്ളൂ.
ഇനി ഒന്നിലേക്ക് ഇറങ്ങുമ്പോൾ ചിന്തിച്ചിട്ടേ ഇറങ്ങുള്ളൂ, അറിയുന്നവരോട് ചോദിച്ചിട്ടേ ഇറങ്ങുള്ളൂ. പക്ഷെ പരലോകത്ത് പോയിട്ട് കാണാത്തതൊക്കെ കാണുമ്പോ, പലതും നേരിട്ട് കാണുമ്പോ റബ്ബേ ഇപ്പൊക്കെ മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിലേക്ക് ഒരു മടക്കി അയക്കുന്ന സംവിധാനം അല്ലാഹുവിന്റെ കോടതിയിൽ ഇല്ല. അതുകൊണ്ട് വിലാപം ഫലം ചെയ്യാത്ത ദിവസത്തിലും സമയത്തിലും വിലപിക്കേണ്ട അവസ്ഥ നമുക്ക് വരരുത്. അതുകൂടി പുതിയ വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ ചിന്തിക്കുക. സൂറത്തു സജദയിൽ ഇന്ന് സുബൈക്ക് നമ്മൾ കേട്ട ആയത്ത് 12ാമത്തെ ആയത്ത്, വലൗ തറാ, നബിയെ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ, ഇതിൽ മുജ്രിമൂന നാകിസു റൂസിഹിം ഇൻദ റബ്ബിഹിം, പാപം ചെയ്തവർ അല്ലാഹുവിന്റെ മുമ്പിൽ തല താഴ്ത്തി നിൽക്കുകയാണ്. തല ഉയർത്താൻ ധൈര്യമില്ല, കണ്ണൊന്ന് തുറന്നു നോക്കാൻ ധൈര്യമില്ല, അതിനുള്ള മനസ്സമാധാനമില്ല. അവൻ കണ്ണും താഴ്ത്തി തല താഴ്ത്തി നിൽക്കുകയാണ്. എന്താ പറയുന്നത്? റബ്ബനാ അബ്സർനാ വസമിഅനാ, റബ്ബേ എല്ലാം ഞങ്ങൾ കണ്ടു, എല്ലാം ഞങ്ങൾ കേട്ടു, ഇപ്പൊ ഞങ്ങൾക്കൊക്കെ ബോധ്യമായി നരകമുണ്ടെന്ന് നീ പറഞ്ഞത് സത്യമാണ്, നരകമതാ കാണുന്നു. വിചാരണ നീ പറഞ്ഞത് സത്യമാണ്, ഞങ്ങൾ ഇതാ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. തുലാസ് നീ പറഞ്ഞത് സത്യമാണ്, ഞങ്ങൾ ഇതാ കണ്ടു കഴിഞ്ഞു. കർമ്മരേഖ നീ പറഞ്ഞത് സത്യമാണ്, ഞങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. അബ്സർനാ വസമിഅനാ, എല്ലാം കണ്ടു, എല്ലാം കേട്ടു. നീ എന്താ വേണ്ടത്? ഒരൊറ്റ അപേക്ഷയേ ഉള്ളൂ. എന്താ അപേക്ഷ എന്നറിയോ? ഫർജിഅനാ നഅമൽ സ്വാലിഹാ, റബ്ബേ ഒന്ന് മടക്കി അയച്ചു തരുമോ? നഅമൽ സ്വാലിഹാ, ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യാം. ദിക്റായി, സ്വലാത്തുകളായി, പ്രാർത്ഥനകളായി, നമസ്കാരങ്ങളായി, സ്വതക്കകളായി, നോമ്പുകളായി, എന്തെല്ലാം അമൽ സ്വാലിഹാത്തുണ്ടോ അതൊക്കെ ചെയ്യാം റബ്ബേ, ഒന്ന് മടക്കി അയച്ചു തരുമോ എന്ന് നമ്മൾ ചോദിക്കും റബ്ബിനോട്. അപ്പൊ മുഹറത്തിലേക്ക് പ്രവേശിക്കുമ്പോ ഒരു കൊല്ലം കഴിഞ്ഞെന്ന് മാത്രമല്ല, ഇതുകൂടി ചിന്തിക്കേണ്ട കാര്യമാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. ആദ്യം ഓതി വെച്ച ആയത്ത് നമ്മൾ അത് കേൾക്കാൻ നമ്മുടെ ജീവിതത്തിൽ സാധിച്ചാൽ, ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തുണ്ടല്ലോ, നമ്മൾ മരിക്കാൻ സന്ദർഭത്തിൽ റഹ്മാനായ റബ്ബിൽ നിന്ന്, ആ റബ്ബ് നിയോഗിക്കുന്ന മലക്കുകളിലൂടെ ആ സന്തോഷ വാർത്ത കേൾക്കാൻ സാധിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിന്റെ റിസൾട്ടാണ് അല്ലേ? എല്ലാവരും വലിയ ആവേശത്തില. അടുത്തൊരു ഫൈനൽ വരുമ്പോ ഫൈനൽ ആര് ജയിക്കും, ആര് കപ്പ് കൊണ്ടുപോകും? സുഹൃത്തുക്കളെ, ആര് കൊണ്ടുപോയാലും നമുക്ക് വല്ലത് പോകാണ്ടോ, വല്ലത് കിട്ടാണ്ടോ? ഇല്ല. നമ്മുടെ സമയം പോയിട്ടുണ്ട്, നമ്മൾ കുറെ അനാവശ്യം പറഞ്ഞിട്ടുണ്ട്, കുറെ ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്, കുറെ തെറി വിളിച്ചിട്ടുണ്ട്, കുറെ പൈസ അല്ലാഹ് ഇഷ്ടപ്പെടാത്ത വഴിക്ക് ചെലവഴിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ശരി, അതുകൊണ്ട് അതൊരു യഥാർത്ഥ റിസൾട്ട് അല്ല. യഥാർത്ഥ റിസൾട്ട് ഉണ്ട്. എന്താ അല്ലാഹ് പറയുന്നത്? യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാന ചിത്തമായ ആത്മാവേ, സമാധാനം കൊണ്ട മനസ്സേ. എപ്പോഴാ മനസ്സ് സമാധാനം കൊള്ളുന്നറിയോ? സുബൈക്ക് ജമാഅത്തിൽ പള്ളിയിൽ പോവുക, നമസ്കരിക്കുക, അതിന് മുമ്പ് സുന്നത്ത് നമസ്കരിക്കുക, കഴിയുമെങ്കിൽ അതിന് മുമ്പേ ഒരു 3 or 5 റക്അത്ത് ഒന്നെങ്കിലും തഹജ്ജുദ് നമസ്കരിക്കുക. അതിനും കഴിയില്ലേ, രാത്രി ഉറങ്ങുന്നതിന് മുമ്പേ വിത്ർ നമസ്കരിച്ച് കിടക്കുക. അങ്ങനെ കുറെ കർമ്മങ്ങൾ, അതൊക്കെ ചെയ്താൽ മരിക്കാൻ നേരത്ത് റബ്ബിന്റെ വിളിയാണ്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനം നിറഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി, നീ മടങ്ങിക്കോ നിന്റെ റബ്ബിലേക്ക്. എങ്ങനെ നീ മടങ്ങേണ്ടത്? റാളിയതൻ, തൃപ്തനായിക്കൊണ്ട്. ഒന്നും പേടിക്കണ്ട, നീ സംതൃപ്തന, സുഖമായിട്ട് വന്നോ. മർളിയ, നിന്നെ കൊണ്ട് റബ്ബ് കൊണ്ട് തൃപ്തിപ്പെട്ടിട്ടുണ്ട്, നീ തൃപ്തനായി വന്നോ, നിന്റെ കാര്യത്തിൽ റബ്ബും തൃപ്തനാണ്. ഫദ്ഖുലി ഫീ ഇബാദി, എന്റെ അടിമകൾ എന്ന് പറഞ്ഞാൽ എന്റെ നല്ലവരായ അടിമകൾ, അവരെ കൂട്ടത്തിലേക്ക് നീ പോയിക്കോ. വദ്ഖുലി ജന്നതി, എന്റെ സ്വർഗത്തിലേക്ക് നീ പ്രവേശിച്ചോ. അതാണ് റിസൾട്ട്. അത് നമുക്ക് നമ്മുടെ മരണ സന്ദർഭത്തിൽ കേൾക്കാൻ സാധിക്കുമോ? നമ്മുടെ വിശ്വാസവും നമ്മുടെ ആചാരങ്ങളും നമ്മുടെ അനുഷ്ഠാനങ്ങളും നമ്മുടെ സ്വഭാവങ്ങളും നമ്മുടെ ജീവിതവും നമ്മുടെ പ്രവർത്തനങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് ഞാനും നിങ്ങളും വിലയിരുത്തുക, മരിക്കുമ്പോൾ ഇത് കേൾക്കാൻ സാധിക്കുമോ എന്ന്. എങ്കിൽ നമ്മൾ വിജയിച്ചു. അതാണ് അടുത്തൊരു വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ ഏറ്റവും കൂടുതലായി ചിന്തിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതം നന്നാക്കുവാനും ഈമാനോട് കൂടിയുള്ള മരണം നേടുവാനും നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുഅ്മിനീന ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا أما بعد فاتقوا الله عباد الله أيها الناس أوصيكم عباد الله وإياي ثانيا بتقوى الله. സഹോദരന്മാരെ, സഹോദരികളെ,
അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടുമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഓരോ സന്ദർഭങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തൃപ്തി നേടാനും അവൻ്റെ പാപമോചനം നമുക്ക് ലഭിക്കുവാനും അവൻ്റെ സ്വർഗത്തിലേക്ക് എത്തുവാനും ആവശ്യമായ നിലക്ക് പല നിലക്കുള്ള സൽക്കർമ്മങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലേറ്റവും സുപ്രധാനമായ ഒരു ഇബാദത്താണ് ഇൻഷാ അല്ലാഹ് ഈ മുഹറം മാസത്തിൽ നമുക്ക് വരാനുള്ള നോമ്പ്. ആ ഒരു വിഷയത്തിൽ നമ്മിൽ ഒരിക്കലും ഒരു അലസതയോ മടിയോ അശ്രദ്ധയോ ഒന്നുകൂടാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സിയാമു യൗമി അറഫ, അറഫ ദിനത്തിൻ്റെ നോമ്പ്, കഴിഞ്ഞ മാസത്തിൽ നാം അനുഷ്ഠിച്ച നോമ്പ് അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ അസ്സനത്തല്ലതി ഖബ്ലഹു വസ്സനത്തല്ലതി ബഅദഹു, കഴിഞ്ഞ ഒരു കൊല്ലത്തെ പാപം, വരാനിരിക്കുന്ന ഒരു കൊല്ലത്തെ പാപം അല്ലാഹു തആല അറഫ നോമ്പിലൂടെ നമുക്ക് പുറത്തു തരും. വസിയാം യൗമി ആശൂറ, ആശൂറയിലെ നോമ്പ്, അതായത് മുഹറം 10 ആ ദിവസത്തിലെ നോമ്പ്. അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ അസ്സനത്തല്ലതി ഖബ്ലഹു, കഴിഞ്ഞ ഒരു വർഷം നമ്മൾ ചെയ്ത തിന്മകൾ, പാപങ്ങൾ എന്ന് പറഞ്ഞാൽ മഹാപാപങ്ങൾ അതിൽ പെടൂല. ശിർക്ക് അതിൽ പെടൂല, കൊലപാതകം അതിൽ പെടൂല, മദ്യപാനം അതിൽ പെടൂല, പലിശ അതിൽ പെടൂല. കാരണം അതൊക്കെ മഹാപാപങ്ങളാണ്. അതിൽ വേറെ തൗബ ചെയ്യണം. തൗബ ചെയ്താൽ എല്ലാം അല്ലാഹു തആല പുറത്തു തരും. അതല്ലാത്ത മനുഷ്യൻ എന്ന നിലക്ക് നമ്മൾ ഒരുപാട് തിന്മകൾ ചെയ്തു പോയിട്ടുണ്ട്. അതെല്ലാം അല്ലാഹു തആല നമുക്ക് പുറത്തു തരും എന്നുള്ള സന്തോഷ വാർത്ത നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ദിവസത്തെ നമ്മൾ നോമ്പെടുക്കുക. പിന്നെ മുഹറം 9-നും അതുകൂടി ചേർത്തുകൊണ്ട് നോമ്പെടുക്കൽ അനുവദനീയമാണ്, സുന്നത്തായ കാര്യമാണ്. വ്യത്യസ്തങ്ങളായ ഹദീസുകളിലൂടെ നമുക്കിത് മനസ്സിലാക്കുവാനും സാധിക്കും. മാത്രമല്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, മാ റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യതഹറ സിയാമ യൗമി ഫളലഹു അലാ ഗൈരിഹി ഇല്ലാ ഹാദൽ യൗം യൗം ആശൂറ. സുന്നത്തായ നോമ്പുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ താല്പര്യം കാണിച്ചിരുന്നതും പ്രതീക്ഷിച്ചിരുന്നതുമായ നോമ്പാണ് യൗം ആശൂറ, മുഹറം 10-ന്റെ നോമ്പ്. പിന്നെ മുഴുവനായിട്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ താല്പര്യം കാണിച്ചിരുന്ന നോമ്പ് റമദാൻ മാസത്തിലെ നോമ്പുമാണ്. സുന്നത്തായ നോമ്പുകളിൽ ആശൂറായിൻ്റെ നോമ്പുമാണ്. അപ്പോൾ പിന്നെ ആ ആശൂറായിൻ്റെ ദിവസം പിന്നെ ജൂതന്മാർ നോമ്പെടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവരിൽ നിന്ന് വ്യത്യസ്തമാകാൻ വേണ്ടി നിങ്ങൾ ഒരു ദിവസം ശേഷമോ അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പോ നിങ്ങൾ നോമ്പെടുക്കുക. സൂമു യൗമൻ ഖബ്ലഹു ഔ യൗമൻ ബഅദഹു, ആ ആശൂറായിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ട് ഒരു ദിവസം കൂട്ടി നോമ്പെടുക്കാൻ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് മുഹറം 9-നും 10-നും നമ്മൾ അടുത്ത വ്യാഴവും വെള്ളിയായിരിക്കാനാണ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. നമ്മൾ ആ ദിവസങ്ങൾ കറക്റ്റ് നോക്കിയിട്ട് ആ ദിവസങ്ങൾ നമ്മൾ നോമ്പെടുക്കുക. ആ നോമ്പിലൂടെ നമുക്ക് റബ്ബിലേക്ക് അടുക്കാൻ സാധിക്കണം. നമ്മുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ നമുക്ക് പുറത്തു തരണം. അങ്ങനെ നന്മയിൽ നമ്മൾ മുന്നേറുക. അതോടൊപ്പം സാന്ദർഭികമായ ഒരു കാര്യം കൂടി ഉണർത്തട്ടെ. മുഹറം മാസം എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾക്ക് കുറേ അന്ധവിശ്വാസങ്ങളുണ്ട്. മുഹറം മാസത്തിലെ മാസപ്പിറവി പോലും പല ആളുകളും നോക്കാൻ തയ്യാറല്ല. അത് വലിയ ദുരന്തമാണ് എന്നാണ്. കാരണം ഈ മാസത്തിൽ ആദ്യത്തെ 10 ദിവസം പെണ്ണ് കാണലില്ല, വീട് കൂടലില്ല, കട സ്ഥാപനങ്ങൾ തുടങ്ങലില്ല, ഒരു പണിക്കും ഏർപ്പെടില്ല. കാരണം എന്താ? ശകുനത്തിൻ്റെ ദിവസമാണെന്ന് അല്ലാഹു തആല ഏറ്റവും നല്ല ദിവസം എന്ന് പഠിപ്പിച്ച ദിവസങ്ങളാണ് മുഹറം 10 ദിവസങ്ങൾ. മുഹറം മാസം മുഴുവനും നല്ല പവിത്രമാക്കിയ ആദരിച്ച മാസമാണ്. യൗമുൻ സ്വാലിഹുൻ ഹദീസിൽ കാണാം. ഏറ്റവും നല്ല ദിവസം ദുൽഹജ്ജ് 10. നജ്ജല്ലാഹു മൂസ മിൻ ബനി ഇസ്രായേൽ, ഫിർഔനിന്റെ കെടുതികളിൽ നിന്ന് അല്ലാഹു തആല മൂസാ നബിയെ രക്ഷപ്പെടുത്തി ഫിർഔനെ നശിപ്പിച്ചു കളഞ്ഞ ദിവസമാണ് മുഹറം 10. അതിന്റെ പേരിലാണ് ബനൂ ഇസ്രായേൽ നോമ്പെടുത്തിരുന്നത്. അപ്പോൾ മൂസാ നബിയോട് ഏറ്റവും ആദർശം കൊണ്ട് അടുത്തത് നമ്മളാണ്. അതുകൊണ്ട് നമ്മൾ നോമ്പെടുക്കണം. അവരെക്കാൾ നോമ്പെടുക്കാൻ അർഹർ നമ്മളാണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയണ്ടായി. അപ്പം അങ്ങനെ നല്ല ദിവസം എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകനെ പരിചയപ്പെടുത്തിയ ആ ദിവസത്തെക്കുറിച്ച് നമ്മൾ ശകുനത്തിൻ്റെ മാസമാണ്, ദോഷത്തിൻ്റെ മാസമാണ്, നാശത്തിൻ്റെ മാസമാണ്, ദിവസങ്ങളാണ് ഇതൊരിക്കലും പറയാൻ പാടില്ല. ഇത് ശിയാക്കളുടെ വിശ്വാസമാണ്. അവരാണ് നെഞ്ചത്തടിച്ചും മുതുകത്തടിച്ചും ഇസ്ലാം പഠിപ്പിക്കാത്ത പല ആചാരങ്ങളൊക്കെ ചെയ്തിട്ട് ഈ ദിവസങ്ങളെ വികൃതമാക്കിയത്. ആ വൈകൃതങ്ങളിലേക്ക് നമ്മളൊരിക്കലും പ്രവേശിക്കരുത്. നമ്മുടെ വിശ്വാസവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം പ്രമാണബന്ധിതമായിരിക്കണം. തറത്തുഫിക്കും മംറൈൻ, 2 കാര്യങ്ങൾ ഞാൻ വിട്ടേച്ചു പോയിട്ടുണ്ട്. ലം തദില്ലുമാ തമസ്സ അത് മുറുകെ പിടിച്ചാൽ നിങ്ങൾ ആരും വഴിപഴക്കൂല. ഒന്ന് കിതാബുള്ളയാണ്, അല്ലാഹുവിന്റെ കിതാബ് ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ, മറ്റൊന്ന് പ്രവാചക വിശ്വാസമുള്ള സുന്നത്തുമാണ്. അതിലെന്തുണ്ടോ അതിൽ പറയാണ് ദിവസങ്ങൾ മോശമാണ് എങ്കിൽ അങ്ങനെ വിശ്വസിക്കണം. പക്ഷേ ഖുർആനിലോ ഹദീസിലോ അങ്ങനെ ഇല്ല. പവിത്ര ദിവസങ്ങളാണ്, പവിത്ര മാസമാണ്, ഏറ്റവും നല്ല ദിവസമാണ് എന്നൊക്കെയാണ് അല്ലാഹു തആല പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിച്ച വിശ്വാസങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഇസ്ലാം പഠിപ്പിക്കാത്ത അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നാട്ടിൽ നിലവിലുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഒഴിവാക്കുക. അല്ലാഹുവിനെയും പ്രവാചകനെയും നമ്മുടെ ജീവിതത്തിന്റെ ആ ഖുദ്വത്തുകളായി നമ്മൾ കാണുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും പാപങ്ങളും അർഹമുർ റഹീമിനായ അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ
കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ചെറിയവരും വലിയവരുമായ ഒരുപാട് ആളുകളുണ്ട്. അവരുടെ എല്ലാ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബറിടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ആ ഖബറുകളിലേക്ക് അല്ലാഹു തആല സ്വർഗ്ഗ കവാടം തുറന്നു കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അല്ലാഹു അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ, വരും തലമുറകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ വഴിയിലൂടെ നടത്തുന്ന ഒരു നല്ല വിഭാഗമായി ആക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اعتقنا من النار، اللهم اعتق رقابنا ورقاب والدينا من النار، اللهم أجرنا من النار، اللهم إنا نسألك الجنة ونعوذ بك من النار، اللهم إنا نسألك الفردوس الأعلى. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم لا تجعل الدنيا أكبر همنا ولا غاية قصدنا ولا مبلغ علمنا ولا إلى النار مصيرنا. اللهم اجعل الحياة زيادة لنا في كل خير والموت راحة لنا من كل شر. اللهم لا تدع لنا ذنبا إلا غفرته ولا هما إلا فرجته ولا دينا إلا قضيته ولا عيبا إلا سترته ولا مرضا إلا شفيته ولا ضالا إلا هديته ولا مبتلا إلا عافيته ولا كربا إلا نفسته ولا حاجة من حوائج الدنيا والآخرة إلا أتممتها بفضلك وكرمك يا أكرم الأكرمين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.